അമ്മേ, അമ്മ ചെയ്തത് ഒരു കണക്കിന് നന്നായി. ആ തലതെറിച്ച പെണ്ണിനോട് അമ്മ സത്യം തുറന്നു പറഞ്ഞില്ലേ? ഇനിയിപ്പൊ അവളൊരു പാഠം പഠിച്ചോളും. സ്വയം വലിയ മഹാറാണിയാണെന്നല്ലേ വിചാരിച്ചിരുന്നത്? മഹാറാണി ഇനി വീട്ടുവേലക്കാരി ആവുമ്പോഴുണ്ടല്ലോ മനസ്സിലാക്കിക്കോളൂ അവള്. അഹങ്കാരത്തിന് പുറത്ത് മറ്റുള്ളവരുടെ പണി തെറിപ്പിക്കുമ്പോ എന്താ സംഭവിക്കുന്നെന്ന് അറിയട്ടെ. റിയ, നീ എന്തൊക്കെയാ പറയുന്നേ? ഒരു പെണ്ണായിരുന്നിട്ട് മറ്റൊരു പെണ്ണിന്റെ ഭാവിയെ കുറിച്ചാണോ ഈ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ പാവം അതിന്റെ ജീവിതം ആകെ നാശമായിരിക്കുക. അതിന്റെ കൂടെ നീയും കൂടെ അവളെ ശപിച്ചോണ്ടിരിക്കുക. നിനക്കെന്താ അവളോട് ഇത്ര താല്പര്യം? നീ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഗുലാബ് സിംഗ് എങ്ങാനും ഈ കാര്യങ്ങൾ അറിഞ്ഞ, നമ്മളെ ഇത് ചെയ്തെന്നെങ്ങാനും മനസ്സിലാക്കിയ, പിന്നെ അയാൾ ഇവിടെ എന്തൊക്കെ പുകില ഉണ്ടാക്കിയെന്നറിയില്ല. സ്വന്തം മോളോട് തന്നെ ഇത്രയൊക്കെ ചെയ്യാൻ മനസ്സുള്ള വ്യക്തി നമ്മുടെ ജീവൻ എടുക്കാൻ പോലും മടിക്കില്ല. സാർ പറയൂ സാർ. എന്താ ഇഷ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നോ? ശരി സാർ, ഞാനിപ്പോ വരാം. ഇതൊക്കെ ഇഷയോട് പോയി പറയാൻ വേണ്ടിയാണോ ഞാൻ അമ്മയോട് ഇതൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞു തന്നത്? ഇനിയിപ്പോ ഈ കാര്യങ്ങളൊക്കെ വലിച്ചങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, അയാൾ നമ്മളൊന്നും വെറുതെ വിടില്ല. സൂരജ്, മോനെ സൂരജ്. അമ്മേ, അമ്മ നിക്ക്. സൂരജ്, അമ്മ നിക്ക്, അമ്മ നിക്ക്. മോനെ സൂരജ്. അമ്മേ, ഇങ്ങോട്ട് പോ. സൂരജ്. അമ്മേ, വല്യമ്മേ, അമ്മേ, അമ്മേ. എന്റെ ഭഗവാനെ, അയ്യോ, അയ്യോ, അമ്മേ, എന്താ പറ്റി? എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അയ്യോ. ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. വല്യമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ദൈവമല്ലേ വല്യമ്മയുടെ കൂടെ ഉള്ളത്. അമ്മായിക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർമാരെന്തു പറഞ്ഞു? അവര് നോക്കുന്നുണ്ട്. ചെറിയച്ച, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അമ്മായിക്കൊന്നും പറ്റില്ല. ഡോക്ടർ, വല്യമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവരുടെ കാല് നേരത്തെ തന്നെ അല്പം വീക്കായിരുന്നു. ഇപ്പൊ വീഴുകയും കൂടി ചെയ്തപ്പോ കാല് കുറച്ചുകൂടി ഡാമേജ് ആയി. കാൽമുട്ട് മാറ്റി വെക്കേണ്ടി വരും, അതും എത്രയും പെട്ടെന്ന് തന്നെ. അതിപ്പോ തന്നെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. കാൽമുട്ട് മാറ്റിവെക്കാനോ? പക്ഷെ അതിന് ഒരുപാട് ചെലവാവുമല്ലോ. ഇത്രയും പണം നമ്മുടെ കയ്യില്. രാമ 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 രാമ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുന്നുവോ? ഇന്ന് കല്യാണമാണെന്ന് അവൾക്ക് അറിയില്ലേ? എന്നിട്ടും വീട്ടിലിരിക്കാതെ അവൾ അമ്മയെ പോലെ തന്നെ വേലി ചാടി പോയിരിക്കും അവള്. അല്ല, നീയൊക്കെ ഇങ്ങനെ നോക്കി നിന്നാൽ എങ്ങനെ? ഗുലാബിനെ വിളിക്കേ. മുത്തശ്ശി ഇങ്ങനെ വിഷമിക്കാതെ, അവള് വന്നോളൂ. ഇഷ, 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 നിങ്ങൾ എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപയെങ്കിലും തയ്യാറാക്കേണ്ടി വരും. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. ഡോക്ടർ, ഞങ്ങൾ പൈസയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ എങ്ങനെയെങ്കിലും ചെയ്തോളാം. നിങ്ങൾ ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കൂ. ഡോക്ടർ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. ഇനിയിപ്പോ ചേട്ടത്തിയുടെ ആരോഗ്യത്തിന് വേണ്ടി എനിക്ക് എന്റെ വീട് വിൽക്കേണ്ടി വന്നാലും ഞാനത് തയ്യാറാണ്. ഞാനത് ചെയ്യും. ഇനിയിപ്പോ വേണമെങ്കിൽ വീടിന്റെ ഡോക്യുമെന്റ്സ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണമെങ്കിൽ ഞാൻ അത് വേണമെങ്കിലും ചെയ്യാം. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊന്നും ചെയ്യും. നോക്കൂ, നിങ്ങളുടെ വിഷമം എത്രയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ പാലിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് കാശടയ്ക്കുന്നോ അത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തുടങ്ങാം. എക്സ്ക്യൂസ് മീ. ഇഷ, 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 ഇഷ. ഇവൾക്ക് എന്താ പറ്റിയേ? എനിക്കും എന്റെ ഡൽഹിക്കുമുള്ള ടിക്കറ്റിനിടയിൽ കയറി വരാൻ ശ്രമിക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ബോധം വന്നോളൂ.
എന്നാലും ഇങ്ങനൊരവസ്ഥയില് മണ്ഡപത്തിൽ എങ്ങനെ ഇരുത്താ? ബോധം വന്നാൽ അങ്ങനെ. ഇനി അഥവാ വന്നില്ലെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയിൽ തന്നെ അവിടെ കൊണ്ടിരുത്താം. പക്ഷെ കല്യാണം ഇന്ന് തന്നെ നടന്നിരിക്കണം. ആ പിന്നെ അവളെ നന്നായിട്ടൊന്ന് ഒരുക്കി നിർത്ത്. എന്താ? എന്താ എന്റെ മോൻ പറഞ്ഞത് നീ കേട്ടില്ലെന്നുണ്ടോ? ഇവളെ കല്യാണ പെണ്ണാക്കി ഒരുക്കിക്കുമെന്ന്. പിന്നെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ ആരെങ്കിലും ഇന്ന് നടക്കുന്ന കാര്യത്തിൽ എന്റെ തീരുമാനത്തെ മറികടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാനങ്ങ് മറക്കും. കാൽമുട്ട് മാറ്റിവെക്കേണ്ടി വരും, അതും എത്രയും പെട്ടെന്ന് തന്നെ. അതിപ്പോ തന്നെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപയെങ്കിലും തയ്യാറാക്കേണ്ടി വരും. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. നിങ്ങൾ എത്രയും പെട്ടെന്ന് കാശടയ്ക്കുന്നോ അത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തുടങ്ങാം. പതുക്കെ ദേ ഇവിടെ. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. പിന്നെയും വേദന തുടങ്ങിയോ വല്യമ്മേ? ഓ അങ്ങനെയൊന്നുമില്ല മോനെ. അതെന്താന്ന് വെച്ചാ പഴയ വേദനയായാലും ശരി, നമ്മുടെ ശത്രു ആയാലും മരണം വരെ നമ്മളെ വിട്ട് പോവില്ല അത്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. വല്യമ്മ സമയത്ത് മരുന്ന് കഴിച്ചാൽ മാത്രം മതി. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, വല്യമ്മ ഇപ്പൊ ചെയ്യുന്ന ഈ ജോലിയില്ലേ അതങ്ങ് ഉപേക്ഷിച്ചാൽ എന്താ? ഇപ്പൊ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനിവിടെ ഇല്ലേ? ഓ അതൊന്നും സാരമില്ല മോനെ. ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? പിന്നെ നീ നോക്കിക്കോ, ഇനിയിപ്പൊ എന്റെ ജീവൻ പോവുകയാണെങ്കിലും ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴേ പോവൂ. എന്താ ഇത് വല്യമ്മേ? അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയല്ലേ. ഞാൻ വല്യമ്മയ്ക്ക് വല്യമ്മയുടെ കാലിനും ഒരിക്കലും ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. മനസ്സിലായോ? എനിക്കറിയാം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭഗവാനിലും അതുപോലെ നിന്നിലും പൂർണ്ണ വിശ്വാസമുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും പൈസ ഉടനെ അറേഞ്ച് ചെയ്തേ പറ്റൂ. സൂരജ്, സൂരജ് നിക്ക്. സൂരജ്, സൂരജ്. ഇഷ, ഇഷ. അമ്മേ, ഇഷ, ഇഷ ഒന്ന് കണ്ണു തുറക്ക്. എഴുന്നേക്ക് ഇഷ. ഇഷ. ഈ വീടിന്റെ മരുമകളും അവളുടെ ചേട്ടത്തിയായ നിനക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കേ, എന്നിട്ട് ഒരുക്ക്. ഇവളിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായ മണവാട്ടിയായിരിക്കണം. മിണ്ടരുത്. പറഞ്ഞ കാര്യം ചെയ്താ മതി. തിരിച്ചിങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. മനസ്സിലായോ? പെട്ടെന്നാവട്ടെ. അക്കൗണ്ടിലാണെങ്കിൽ ആകെ 3 ലക്ഷമേ ഉള്ളൂ. ബാക്കി 7 ലക്ഷം രൂപ ഇനി എവിടെ നിന്നുണ്ടാക്കും? വിദ്യ, എനിക്കിപ്പോ ഇതൊന്നും വേണ്ട. നീ ഇവിടുന്ന് പോയേ. അല്ല എന്താ ഇത്? നിനക്ക് പൈസക്ക് അത്യാവശ്യമാണെന്ന് എനിക്കറിയാം. ഇത് വിറ്റിട്ട് കാര്യങ്ങൾ നടത്തിക്കോ. എന്താ? വേണ്ട, ഞാനിപ്പോ അത്ര ഗതികേടിലായിട്ടില്ല. പിന്നെ നിന്റെ ആഭരണങ്ങൾ വാങ്ങി വിൽക്കാൻ മാത്രം ഞാൻ അത്രത്തോളം അതപ്പതിച്ചു എന്ന് കരുതണ്ട. അപ്പൊ നീ എന്നെ അന്യായിട്ടല്ലേ കാണുന്നത്? നിനക്ക് എന്റെ ആഭരണങ്ങൾ വാങ്ങാൻ പറ്റില്ല. പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിച്ച് ഞങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റുമല്ലേ? വിദ്യ, ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടൊന്നുമില്ല. എന്നാലും എന്റെ തലയ്ക്ക് മുകളിൽ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. ആ അനുഗ്രഹം എന്റെ തലയ്ക്ക് മുകളിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് ആരുടെ മുന്നിലും പൈസയ്ക്ക് പോയി നിൽക്കേണ്ട ഒരാവശ്യവും വരില്ല. മനസ്സിലായോ? നീ ടെൻഷൻ ആവണ്ട. പൈസയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായിക്കോളും. നീ ഈ ആഭരണങ്ങളൊക്കെ നിന്റെ കല്യാണത്തിന് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കും. കേട്ടല്ലോ? സൂരജ്, അത് പറയുന്ന ഒന്ന് കേക്ക്.
നീ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാനിത് കല്യാണത്തിന് എന്തായാലും ഇട്ടോളാം. നിന്റെ മണവാട്ടിയാകുന്ന ആ ദിവസം